ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആർദ്രം മീഡിയ. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു നമ്മുടെ പാനൽ സ്മാർട്ടിൻ്റെ കാശ് ഫസ്റ്റ് പേയ്മെൻറ്റ് കൊണ്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ടെന്ന്. ഞാനിപ്പോൾ അതിൻ്റെ ഒരു പർച്ചേസിനായിട്ട് ഷറഫ് ഡി ജിയിലേക്ക് വന്നിരിക്കുകയാണ്. അത് സിറ്റി സെൻറ്ററിനുള്ളിലുള്ളൊരു ഷറഫ് ഡി ജിയിലേക്കാണ് വന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ തന്നെ ഓപ്പോ 13 ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രീ ബുക്കിംഗ്. കാരണം പ്രീ ബുക്കിങ്ങിന് കുറേ ഓഫറുകളൊക്കെ അവരൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 13 സീരീസ്, ഓപ്പോ 13 സീരീസ് ഭയങ്കര ഓഫർ കാര്യങ്ങളൊക്കെ അവർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഞാൻ ഫോണിൻ്റെ ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞപ്പോൾ ജസ്റ്റ് പോയി നോക്കിയതാണ് വേറൊരു ഫോൺ വാങ്ങാനായിട്ട്. അപ്പോൾ നോക്കുമ്പോൾ ഈ ഒരു ഫോണ് നമ്മളിപ്പോൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ റെനോ 13 സീരീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്പോ 13 സീരീസ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രീ ബുക്കിങ്ങിന് മാത്രം കുറേ ഓഫറുകൾ, കുറേ ഗിഫ്റ്റുകളൊക്കെ അവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അന്നത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മുടെ സാധനം പർച്ചേസ് ചെയ്ത് ഓൾറെഡി ഞാൻ ചെയ്ത് വെച്ചിരുന്നതാണ്. അത് വാങ്ങാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാലൻസ് പേയ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ട് നമ്മളത് വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ ഞാനങ്ങനെ പേര്, മൊബൈൽ നമ്പർ കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരു കസ്റ്റമർ കെയർ സർവീസിൻ്റെ അവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുത്തതിന് ശേഷം അവിടെ നിന്ന് തന്നെയാണ് ഫോൺ നമുക്ക് ഡെലിവറി ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു നമ്പറുണ്ട്, ഒരു ടോക്കൺ നമ്പർ കാര്യങ്ങളൊക്കെ നമുക്ക് തരും. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത്. അതായത് ഒരു 300 ആണ് എൻ്റെ പേയ്മെൻറ്റ് ഉണ്ടായിരുന്നത്. ഇതിന് എനിക്ക് എമൗണ്ട് കിട്ടിയിരുന്നത് 300 ദിറംസ് ആണ്. ആ 300 ദിറംസ് ഇതിൽ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തു, ഈ മൊബൈൽ വാങ്ങാനായിട്ട് സ്പെൻഡ് ചെയ്തു. അപ്പോൾ അങ്ങനെ ശരിക്കും പർച്ചേസ് ചെയ്ത ഐറ്റംസ് ഓപ്പോയുടെ സെക്ഷനിൽ നിന്ന് തന്നെ തിരിച്ച് വന്നതിന് ശേഷം ഇവിടെ നിന്നാണ് നമുക്ക് ഡെലിവറി ചെയ്യുക. ഈ ക്യാഷിൻ്റെ ആ സൈഡിലാണ് മൊബൈലുകളെല്ലാം വെച്ചിരിക്കുന്നത്. നമുക്കവിടെ ഡെമോയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഓപ്പോയുടെ സെക്ഷനിലേക്ക് കാണുക. പക്ഷേ നേരത്തെ തന്നെ ഞാനത് പ്രീ ബുക്കിങ്ങിന് പോകുന്ന സമയത്ത് തന്നെ ഓൾറെഡി അവരെല്ലാം കാണിച്ച് തന്നിട്ടുണ്ടായിരുന്ന ഡെമോയും കാര്യങ്ങളും സ്പെഷ്യൽ ഗിഫ്റ്റ് കാര്യങ്ങൾ പ്രീ ബുക്കിംഗ് കസ്റ്റമേഴ്സിനായിട്ട് സ്പെഷ്യൽ ഓഫറുകൾ ഓപ്പോ തന്നിട്ടുണ്ടായിരുന്നു. അതായത് ഹെഡ്ഫോണുകൾ, ഇയർപോഡ്, വയർലെസ് ഹെഡ്ഫോണ്, അതേപോലെ ബാഗ്, ഈ സംഭവങ്ങളൊക്കെ സ്പെഷ്യലായിട്ട് ഈ പ്രീ ബുക്കിംഗ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് മാത്രമാണ് അവർ കൊടുത്തിരുന്നത്. അതേപോലെ തന്നെ നമുക്ക് ബ്ലൂടൂത്തും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു ബ്ലൂടൂത്ത്, ഒരു ബാഗ്, അങ്ങനെ ഇത്രയും സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ ബില്ലിംഗ് സെക്ഷനിലാണ് നിൽക്കുന്നത്. ബില്ലിംഗ് സെക്ഷനിൽ നിന്ന് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. നമ്മുടെ കാർഡിൻ്റെ പർച്ചേസ് കാർഡിൽ നമ്മൾ സ്വൈപ്പ് ചെയ്തു. 300 ദിറംസ് നമ്മുടെ ഈ പാനൽ സ്മാർട്ടിൻ്റെ കാർഡിൽ നിന്നാണ്, വൗച്ചർ കാർഡിൽ നിന്നാണ് മജീദ് അൽഫുത്തൈമിൻ്റെ കാർഡിലേക്ക് ഞാൻ ഈ പൈസ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. വൗച്ചർ പേയ്മെൻറ്റ് അതിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുള്ള പോലെ തന്നെ അതിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബാലൻസ് പേയ്മെൻറ്റ് ഞാൻ അല്ലാണ്ട് കാർഡിൽ കൊടുത്തു. ഇവിടുന്ന് കിട്ടുന്ന ഈ ഒരു ബാഗ്, പിന്നെ നമ്മുടെ അവരെല്ലാം പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞു. ഈ ഒരു സംഭവം നമുക്ക് ഡെലിവറി തരുന്നത് നമ്മൾ സ്ഥിരമായിട്ട് പോയിട്ട് ഒരു സെയിൽസ്മാൻ ഉണ്ട് ഓപ്പോയുടെ. സ്പെഷ്യലി ആൾ ഓപ്പോയുടെ മാത്രം സെയിൽ ചെയ്യുന്ന ഒരാളാണ്. ഇവിടെ ഡി ജിയിലെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നത്, ഷറഫ് ഡി ജിയിലെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നത് ഓരോ സെക്ഷനിലും ഓരോ മൊബൈലിനും ഓരോ സെക്ഷൻ ഉണ്ടാവും. ആ സെക്ഷനിലുള്ള ആളുകളായിരിക്കും, സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആളുകളായിരിക്കും. ആ മൊബൈലിനെ കുറിച്ച് മാത്രം കൂടുതൽ ഫീച്ചേഴ്സ് കാര്യങ്ങളും എല്ലാം പറഞ്ഞു തരാനും കാര്യങ്ങളും ഒക്കെ നല്ലതുപോലെ അറിയുന്നത് അവർക്ക് തന്നെയായിരിക്കും. ആ സെക്ഷനിൽ നിൽക്കുന്ന ഒരാളോട് അടുത്തൊരു മൊബൈലിനെ കുറിച്ച് ചോദിച്ചാൽ അവർക്ക് അത്രയധികം ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും പറഞ്ഞു തരാനായിട്ട് സാധിക്കില്ല. പിന്നെ ഓപ്പോ 13 സീരീസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു മൊബൈലും കൂടിയാണ്. അത് -ഡിഗ്രിയിലായാലും ചൂട് വെള്ളത്തിൽ വീണാലും തണുത്ത വെള്ളത്തിൽ വീണാലും ഒന്നും ആ മൊബൈലിന് കേട് വരില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. പിന്നെ ഒരു മിനിമം ഹൈറ്റിൽ നിന്നൊക്കെ അത് താഴെ വീണാൽ പൊട്ടില്ല. പിന്നെ 1 ഇയർ വാറൻറ്റി അതിൻ്റെ സ്ക്രീൻ ഗാർഡിന് തന്നെ, സ്ക്രീൻ പ്രൊട്ടക്ഷന് തന്നെ 1 ഇയർ വാറൻറ്റിയൊക്കെ ഉണ്ട്. നമ്മുടെ സെയിൽസ്മാൻ ഇതാണ്, ആളാണ് നമ്മുടെ പ്രീ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ കൺഫേം ആക്കി തന്നത്. അപ്പം ആൾ തന്നെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം ശരിയാക്കി തന്നത് ആളാണ്. ആൾ ഒരു പാകിസ്ഥാനിയാണെന്ന് തോന്നുന്നുണ്ട്. നല്ലൊരു ക്യാരക്ടറുള്ള ഒരാൾ, മീൻസ് നമ്മൾ എന്താ പറയുക, ഒരു സെയിൽസ്മാൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായിട്ടുള്ളൊരു മനുഷ്യനാണത്. ആൾ സിമ്പിളായിട്ടുള്ള ഒരാളാണ്. ഓക്കെ, അതാണ് ആളെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ അങ്ങനെ നമ്മൾ സ്പെഷ്യൽ ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ആൾ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നുണ്ട്. മൊബൈൽ നമ്മളെ കാണിച്ച് തന്നിട്ടുണ്ട്, ഓപ്പൺ ചെയ്തു. ഓൾറെഡി ഞാൻ ബ്ലാക്ക് കളറാണ് ചൂസ് ചെയ്തിരുന്നത്. പിന്നെ നമ്മുടെ ഗിഫ്റ്റ് ഇപ്പോൾ സ്പെഷ്യൽ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു റാപ്പ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അവരത്. പുതിയതായിട്ട് പോയി വാങ്ങുന്നവർക്ക് ഇത്രയും ഡീറ്റെയിൽ കാര്യങ്ങളൊന്നും കിട്ടില്ല. പിന്നെ അതിൽ ബ്ലൂടൂത്ത്, പിന്നെ അതേപോലെ തന്നെ കാറിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാർജർ, അതായത് 3 in 1 ചാർജർ. അപ്പോൾ സി ടൈപ്പ് ആയാലും നോർമൽ ആയാലും മൊബൈൽ ഐഫോണിൻ്റെ ആയാലും യൂസ് ചെയ്യാൻ പറ്റുന്ന 3 in 1 ചാർജർ. പിന്നെ ഇതേപോലെ ഹെഡ്സെറ്റ്,
ഇത് വയർലെസ് ആണ്, പിന്നെ അഡ്ജസ്റ്റബിൾ. അപ്പോൾ ഞാൻ എൻ്റെ പാനൽ സ്മാർട്ടിൻ്റെ പേയ്മെൻറ്റ് കൊണ്ട് ഇതാണ് ചെയ്തത്. നിങ്ങൾ എന്താ ചെയ്തതെന്ന് കമൻറ്റ് ചെയ്യൂ. താങ്ക്